ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഹെമ്മിങ് സ്റ്റിച്ച് എങ്ങനെ തയ്ക്കാമെന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. നമ്മൾ 2 മാസത്തെ ചുരിദാർ ബ്ലൗസും സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ഹെമ്മിങ് സ്റ്റിച്ചൊക്കെയാണ് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. അവരിതുവരെ ചെയ്യാത്ത കുട്ടികളൊന്നും ചെയ്യാത്തതാണെന്ന് വെച്ചാൽ അവർക്ക് ഹെമ്മിങ് സ്റ്റിച്ചൊക്കെ ചെയ്തിട്ടൊക്കെയാണ് നമ്മളതിൻ്റെ ബാക്കി കണ്ടിന്യൂ ആയി പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഹെമ്മിങ് സ്റ്റിച്ച് 3 തരത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഹെമ്മിങ് സ്റ്റിച്ചാണ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത് കേട്ടോ. നൂല് സാധാ മെഷീൻ നൂല് തന്നെ മതി. നമ്മൾ അതാണ് കോർത്തിരിക്കുന്നത് കേട്ടോ. സാധാ മെഷീൻ നൂലിൽ തന്നെ കോർത്തിരിക്കുന്നത്. നമ്മൾ പച്ച കളറിലുള്ള തുണിയാണെന്ന് വെച്ചാൽ പച്ച കളറിലുള്ള നൂല് തന്നെ നമ്മൾ യൂസ് ചെയ്യണം. ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇത് വെള്ള കളറിലുള്ള നൂലെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ മടക്കിയതിന് ശേഷം അതിൻ്റെ അടിയിൽ ഇങ്ങനെ ചെറുതായിട്ട് കുത്തുക കേട്ടോ. ഒരു 4 ഇഞ്ച് അകലത്തിൽ തുന്നിയെടുക്കുകയാണ്. അത്ര ബുദ്ധിമുട്ടുള്ള ഒന്നുമല്ല, സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് കർച്ചീഫിൻ്റെ ഒരു കഷ്ണം തുണിയൊക്കെ കിട്ടിയാലൊക്കെ നമുക്കിതിൻ്റെ 4 ഓറും ഇങ്ങനെ ഹെമ്മിങ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു കർച്ചീഫ് പോലെയൊക്കെ അടിക്കാനും നമ്മളെ ബ്ലൗസുകൾക്ക് ഹെമ്മിങ് ചെയ്യുക, ചുരിദാറിൻ്റെ ഉള്ളിൽ ക്യാൻവാസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ അതിലൊക്കെ ഹെമ്മിങ് ചെയ്യാനൊക്കെ നമ്മളിത് ഈ ഒരു ഹെമ്മിങ് സ്റ്റിച്ചാണ് ഉപയോഗിക്കണം കേട്ടോ. ഇത് 3 തരത്തിലുള്ള ഹെമ്മിങ് സ്റ്റിച്ച് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പിന്നീടുള്ള വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മളിതുപോലെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന എല്ലാ ദിവസവും നിങ്ങൾക്ക് വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചുരിദാറും ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളത് ആദ്യം മുതൽ പഠിക്കണം എന്നുള്ളത് ആൾക്കാരാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചാനലൊന്ന് ഇങ്ങനെ കണ്ടിന്യൂ കണ്ടു കഴിഞ്ഞാൽ ശരിയാവും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഒരു പോയിൻ്റ് വെച്ചിട്ട് അതിൽ ഹെമ്മിങ് സ്റ്റിച്ച് ചെയ്യണത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഒരു ഒരു സൂചിയുടെ കുത്തിൻ്റെ അത്രയാണ് പുറകിലേക്കുള്ള ഒരു അടയാളം പാടുള്ളൂ. അത്ര ക്ലിയർ ആയിരിക്കണം കേട്ടോ. ഹെമ്മിങ് സ്റ്റിച്ച് നമ്മൾ അതിൽ സ്റ്റിച്ച് ചെയ്തു എന്നുള്ളൊരു തോന്നാതെ രീതിയിലായിരിക്കണം നമ്മൾ ഹെമ്മിങ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിനങ്ങനെ 4 ഓറും നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാം കേട്ടോ. ഈ മൂലകളൊക്കെ വരുമ്പോൾ ഒന്ന് കുത്തി പുറത്തേക്ക് എടുത്തിട്ട് കണ്ടോ, നൂലിനൊന്ന് നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് നൂല് കുത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ ഒന്നിങ്ങനെ ചെയ്ത് കേട്ടോ. സൂചി കോർത്ത് ചെയ്യുക, അത്ര തന്നെ ഉള്ളൂ. നമുക്കത്ര ഇത് സിമ്പിളായിട്ടൊക്കെ. അപ്പോൾ നമുക്കിതിൻ്റെ രണ്ടാമത്തെ ഹെമ്മിങ് സ്റ്റിച്ച് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ